ഭയങ്കര ഹോഴ്സ് പവർ വന്ന വരവേണ്ടില്ലേ പവന്മാർക്ക് സാധനം വണ്ടിക്ക് ഒന്നും പറ്റിയില്ല മതി നോക്കിയത് വാ നോ ഞങ്ങളുടെ ഗ്യാങ് GO5 ആണ്. അതായത് ഗ്യാങ് ഓഫ് 5. അതിൽ 5 അംഗങ്ങളെ ആകാവൂ. ഇപ്പൊ തന്നെ ഞങ്ങൾ 5 പേരുണ്ട്. ഞാന്, രഘു, ബക്കർ, വിൽസൺ, ബാബു. GOF ആക്കൂ 6 or 7. പരിഗണിക്കാവുന്ന ഒരു സജഷനാണത്. GOF അതേക്കുറിച്ച് ആലോചിക്കാം. ഞങ്ങളുടെ ഗുഹയിലേക്ക് അതിഥികളെ സ്വീകരിക്കുന്നതിൽ ഇപ്പോഴും വകുപ്പുണ്ട് കേട്ടോ. ഗുഹ? അതെ, ഗുഹ. കോളേജിന് പിന്നിൽ GOF-ന് ഒരു രഹസ്യ ക്യാമ്പുണ്ട്, ഒരു ഷെൽട്ടർ, ഒരു വാടക വീട്. ഗ്യാങ് ഓഫ് 5 അവിടെ ആക്റ്റീവ് ആകുന്നു. യു ആർ ഓൾ വെൽക്കം. വരട്ടെ. ഇന്ന് നമ്മൾ ക്ലാസ് കട്ട് ചെയ്യുന്നു. ഓക്കെ. ഇന്ന് രഘു മൈ മൂപ്പിൽസ് കോൺട്രാക്ടർ മിസ്റ്റർ പത്മനാഭുള്ള ഒരു ബില്ല് മാറിയതിന്റെ പേരിൽ കുറച്ച് പണം അനുവദിച്ചു. സമയം കളയാതെ വാ. ദാറ്റ് ഈസ് ഫൈൻ. There's a brown girl in the ring. La 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 la, brown girl in the ring. La 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 la. There's a brown girl in the ring. La 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 la, brown girl. Brown girl in the ring. La 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 la. There's a brown girl in the ring. La 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 la, brown girl in the ring. La 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 la. There's a brown girl in the ring. La 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 la. കിട്ടുമോ? എന്തോ പുല്ല് തീർന്നല്ലോ. ഗ്രാസ് തീർന്നു. 2 എണ്ണം നിറയ്ക്കാം. ഉടനെ കൊണ്ടുവരാം. എനിക്കൊന്ന് ഉറങ്ങണം. 4 മണിക്ക് എന്നെ ഒന്ന് വിളിക്കണേ ബക്കറേ. ഓ, നിനക്ക് നിന്റെ ചരക്കിനെ കൊണ്ട് വിടണമായിരിക്കും. പാരാമ ബോറൻ. യോഗം വേണം. ഉണ്ണിയെ ഇതുവരെ കണ്ടില്ലല്ലോ. നേരം അത്രയ്ക്കായിട്ടില്ലല്ലോ. ഈ ഇടയായി പലപ്പോഴും അവൻ വളരെ താമസിച്ചാണ് വരുന്നത്. അവനൊരു കൊച്ചുകുട്ടിയാണ് ദേവി. കോളേജ് വിട്ടാൽ കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും പോയിരിക്കും. ഒട്ടും നിയന്ത്രണമില്ലാതെ വിട്ടാൽ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ഭയം. എന്റെ മകനെ പറ്റി എനിക്ക് അങ്ങനെയുള്ള ഉത്കണ്ഠയൊന്നുമില്ല. ഇപ്പൊ പഴയതുപോലെ രാത്രി മെനക്കെട്ടിരുന്നുള്ള വായന ഒന്നുമില്ല. ഇത് 4-ാം വർഷമല്ലേ, വായിക്കാൻ കൂടുതലൊന്നും ഉണ്ടാവില്ല. പ്രാക്ടിക്കൽ ക്ലാസ്സുകളായിരിക്കും അധികവും. നീയോ ഞാനോ നിർബന്ധിച്ച് വായിപ്പിച്ചുകൊണ്ടാണോ അവൻ ക്ലാസ് വാങ്ങി മെഡിക്കൽ കോളേജ് അഡ്മിഷനുള്ള യോഗ്യത നേടിയത്? ആവശ്യമില്ലാതെ മക്കളെ ശാസിക്കരുത്. നീ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവന്റെ നേരെ ബഹളം കാട്ടുമ്പോൾ ഞാനിത് പറയാറുള്ളതാണ്. ഞാനൊന്നും പറയുന്നില്ല. നീ സമാധാനപ്പെട്ട്. അതാ അവൻ വന്നു. അമ്മേ, അമ്മേ, അമ്മേ. എന്താ ഉണ്ണി? എനിക്കൊരു ഷർട്ട് വേണം.
ഷർട്ടും പാന്റും കട്ടിൽ അലക്കി തേച്ച് വെച്ചിരുന്നല്ലോ. നടക്കുന്നു. അതൊന്നും എനിക്ക് വേണ്ട. ആ ഷർട്ട് എനിക്ക് വേണ്ട. ഇതിനെന്താ ഒരു തകരാറ്? അമ്മയ്ക്ക് കണ്ണ് കണ്ടൂടെ? ഇത് കണ്ടോ? ഇതിനല്പം ചുളിവല്ലേ ഉള്ളൂ. അത്രയും ചുളിങ്ങിയത് പോരായിരിക്കും. തേപ്പ് വെട്ടി ചൂടാക്കി നിൽക്കൊന്ന് തേച്ചുകൂടി. അമ്മയ്ക്ക് എന്തായിരുന്നു പണി? എനിക്ക് ഞാനൊന്നും പറയുന്നില്ല. വേണമെങ്കിൽ തേച്ച് മേക്കിട്ടോളണം. അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഒന്നേ ഉള്ളല്ലോ എന്ന് വിചാരിച്ച് ലാളിച്ച് വളർത്തിയെന്ന് ദോഷമാണോ ഇത്? എനിക്ക് വേറെ ഷർട്ട് കിട്ടണം. അമ്മ എനിക്ക് വേറെ ഷർട്ട് തരാം. അമ്മേ ഷർട്ട് തരാം. ഇങ്ങനെയുണ്ടോ പിള്ളേര്? ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കൊണ്ട് അടിക്കണമെന്നാണ്. ഒലക്ക മുറിഞ്ഞു പോയാൽ നെല്ലുകുത്തണ്ടേ ദേവി? ദാ കേട്ടില്ലേ? ഷർട്ടിന് അല്പം ചുളു വന്നതിന്റെ ബഹളമാണ്. ശാസിച്ച് വളർത്തണമെന്ന് പറയുമ്പോ നിങ്ങൾ എന്നോട് വഴക്കിന് വരുമല്ലോ. കാപ്പി പിടിക്കാൻ സമയമെങ്കിൽ വരണം. ഉണ്ണിയെ വിളിക്ക്. വേണമെങ്കിൽ ചെന്ന് വിളിച്ചോളണം. നീ വിളിച്ചാൽ വരില്ലേ? അവന് വേണമെങ്കിൽ പോയി കഴിക്കട്ടെ. സ്വാമിയേ ശരണയ്യപ്പ. കോളേജിൽ പോകാൻ നേരമായില്ലേ മോനെ? ഞാൻ പോകുന്നില്ല. എന്തു പറ്റി? ഇടാനൊരു ഷർട്ട് പോലും ഇല്ല. ഉള്ളത് താണ്ടെ തേച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. എന്റെ കണ്ണടയുമ്പോ നീ അറിഞ്ഞോളും. ആഹാ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഞാനിത് തേച്ച് വൃത്തിയാക്കി തരാം. അമ്മ ഈ ആക്സിഡന്റ് ഭയങ്കര ആക്സിഡന്റ്. KLR 1711 65 മോഡൽ അംബാസഡർ കാർ തെക്ക് നിന്ന് വടക്കോട്ട് സ്പീഡി വരുന്നു. KLQ 805 ബെൻസ് ലാറി വടക്ക് നിന്ന് തെക്കോട്ട് ഒറ്റ ഇടി. തകർന്നു പോയി. 1711 ബോണറ്റ് ഇളകി തെറിച്ച് റേഡിയേറ്റർ അകത്തോട്ട് കയറി. കണ്ണാടിയും പൊട്ടി. മറ്റേ അപകടമൊന്നും പറ്റില്ലല്ലോ? 805 ബെൻസിന് വലിയ കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ 1711 കുറെ നാൾ വർഷാപ്പിൽ കിടന്നേ പറ്റൂ. ആളുകൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അംബാസഡർ കാറിലുണ്ടായിരുന്ന 5 പേരും ഡ്രൈവറും ചത്തുപോയി. പക്ഷെ ആ കാറിന്റെ കാര്യമാണ് കഷ്ടം. അമ്മാവനാണോ ഷർട്ട് തയ്ക്കുന്നത്? ഞാൻ തയ്ക്കാം. അംബാസഡർ കാറിന്റെ കാര്യം അത്രയും ചണി. മതി ചോണ്ട. അതിൽ ഒഴുക്കാക്കി. അപ്പം വർഷാപ്പ് ഇടുന്ന എന്റെ ഷർട്ടിൽ അഴുക്കോ? അഴുക്ക് കൂടുന്തോറും എനിക്ക് സന്തോഷമാണ്. ഒരു സാൻഡ കിട്ടപ്പ. ഉണ്ണി, ഇന്ന് ഞാനിവനെ ദേവി വന്ന് കാപ്പി കുടിക്കും. എനിക്ക് വലിയ സങ്കടമായി പോയി അമ്മാവി 17-11 കിടപ്പ് കണ്ടപ്പോൾ. എഞ്ചിൻ ഞാൻ നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. ഉണ്ണി, നീ ചെയ്തത് ശരിയായോ? ശരിയായോന്ന്? അവനെ തല്ലിയത് ശരിയായോ എന്നാണ് ചോദിച്ചത്.
സാരമില്ല, ശരിയാക്കാം. എങ്ങനെ വളർത്തിയതാണ് അവനെ? ഈ പോക്ക് പോയാൽ പോവില്ല. ചെറിയ തെറ്റുകൾ കാണുമ്പോൾ തന്നെ ശാസിച്ച് വളർത്തണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. വാശിക്കാരനാണ്, ഞാൻ പറഞ്ഞു തിരുത്താം. അല്പം പിഴച്ചുപോയി. അല്പമൊന്നുമല്ല. പിന്നെ ഈയിടെയായി അവൻ പണം കണ്ടമാനം ചെലവാക്കുന്നുണ്ട്. എന്തിന്? എനിക്കറിയില്ല. ചോദിച്ചില്ലേ? ചോദിച്ചാൽ ഇപ്പൊ കണ്ടത് അപ്രകൃതം. നിന്നോട് ചോദിച്ചല്ലേ പണം വാങ്ങാറ്? പണം വെക്കുന്ന അലമാരി പൂട്ടാൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ ചട്ടം. നിങ്ങൾ കൊണ്ടുവെക്കുന്ന പണത്തിൽ നിന്ന് വീട്ടു ചെലവിന് ഞാനെടുക്കും, മോന്റെ ആവശ്യത്തിന് അവനും. എന്നാലും മാസാവസാനം ആവുമ്പോൾ രൂപ മിച്ചം വരുമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലമായി കൊണ്ടുവെക്കുന്ന പണം 15ഓ 17ഓ തീയതി ആവുമ്പോൾ തീരും. പിന്നെ ഞാൻ മുമ്പ് കരുതി വെച്ചിരുന്ന പണത്തിൽ നിന്ന് എടുത്താണ് വീട്ടു ചെലവ് വരെ നടത്തുന്നത്. പണം വച്ചിരിക്കുന്ന അലമാര പൂട്ടിയേക്കൂ. അവൻ ചോദിച്ചാൽ എന്നോട് ചോദിച്ചു വാങ്ങാൻ പറയൂ. നമസ്കാരം പണിക്കർ സാർ. നമസ്കാരം. ഓ, മിസ്റ്റർ പിള്ളയോ, കുറെ നേരമായോ വന്നിട്ട്? ഇരിക്കൂ. സാറിന് ഒരു മനക്ലേശമുള്ളവരോ തോന്നുന്നു. എനിക്കൊരു മനക്ലേശമില്ല. മിസ്റ്റർ പിള്ള വന്നത്? ഓ, സാറ് വലിക്കില്ലല്ലേ? നിങ്ങൾ വലിച്ചോളൂ. ഇല്ല, സാറിന് ഞാൻ വലിക്കില്ല. എനിക്ക് പോകാൻ ജീപ്പ് ഉടനെ വരും. വന്ന കാര്യം പറയൂ. സാറിന് അറിയാവുന്ന കാര്യമേ ഉള്ളൂ. കോസ്റ്റ് റിവിഷന്റെ കാര്യമായിരിക്കും. അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല. സാധനങ്ങളുടെ വിലയെല്ലാം കൂടുകയാണ് സാർ. നിങ്ങൾക്ക് കൺട്രോൾ വിലയ്ക്കല്ലേ കിട്ടുന്നത്? സിമെന്റും കമ്പിയും കിട്ടിയാലും ബാക്കിയെല്ലാം വേണ്ടേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇളയ മകളുടെ വിവാഹത്തോടുകൂടി ഫണ്ട്സ് അല്പം ടൈറ്റായി. മറ്റേ പണിയുടെ കംപ്ലീഷൻ റിപ്പോർട്ട് സാർ തന്നിരുന്നെങ്കിൽ ബില്ല് മാറാമായിരുന്നു. സ്റ്റേജ് പൂർത്തിയാകട്ടെ. 90% പണിയും കഴിഞ്ഞു. ഇനി 2 പണികളേ ഉള്ളൂ. പൂർത്തിയായില്ലല്ലോ. നമസ്കാരം. ചായ കൊണ്ടുവരൂ. വിത്തൗട്ട്. പഞ്ചസാര വേണ്ട. സാറിന് മറ്റൊന്നും തോന്നരുത്. ഈ ഡിവിഷനിൽ ഒരു കൺട്രാക്ടർ സംതൃപ്തരല്ല. ലോകം ഒരു വഴിക്കും സാർ വേറെ വഴിക്കും പോകുന്നു. ആൾക്കൂട്ടത്തിൽ കൂടാൻ ഞാനില്ല. സാറ് ബോട്ടിലെടുക്കായാൽ ആർക്ക് എന്ത് ഗുണം? എനിക്കിനി 4 വർഷം കൂടിയേ ഉള്ളൂ വരുന്നേ. അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? മുതലാളി ഇറങ്ങുന്ന എന്നെ വഴക്ക് പറയില്ലേ? ഡബിൾ ഹോണാണോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. താനും കൂടെ മാറിയിരിക്കും. ഇതേത് മോഡലാണ്? എനിക്കറിയില്ല. KRK 6356 ഫിയറ്റ് കൊടുത്തോ? അതേ, മുതലാളിയുടെ മോൻ കോളേജിൽ കൊണ്ടുപോകുന്നതാ. അയ്യോ, അത് നല്ല വണ്ടിയാ, നല്ല നിറം. ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ? മോശമാണ്. മോശമാണോ? അതെ, മോശമാണ്. ബോണറ്റ് ഒന്ന് പൊക്കണം. അങ്ങനെ ഇപ്പോ പൊക്കണ്ട. അപ്പുണ്ണി, എന്തോ? ഒരു കാർഡ്ബോർഡ് പറ്റി ആ സീറ്റ് ഇരിപ്പുണ്ട്. അതിനെടുത്തുണ്ടോ? ശരി. എന്താ ഡ്രൈവറോട് പറഞ്ഞത്? എന്റെ മോൻ രഘുവും ഇവിടുത്തെ ഉണ്ണിമോനും തമ്മിലുള്ള ബിസിനസ്സാണ്. ഞാൻ ഇങ്ങോട്ട് പോരുന്നു എന്ന് പറഞ്ഞപ്പോ ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്ത് കാറിൽ വെപ്പിച്ചു. ഉണ്ണിമോനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഉണ്ണി കോളേജിൽ പോയി. സ്കൂട്ടറിൽ പോകുന്നത് ഞാൻ കണ്ടു. അവിടെ വെച്ച് എന്താണിതിൽ? എനിക്കറിയില്ലേ, പിള്ളേരുടെ ഏർപ്പാടല്ലേ. നമ്മളൊക്കെ എന്തിനു അന്വേഷിക്കുന്നു സാർ? അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പറ്റേ. പൊതിയിൽ എന്തായിരിക്കും? എന്തായാലും എന്താ? ഉണ്ണി ചോദിച്ചിട്ട് കൊടുത്തയച്ചതാവില്ല. അവനെ ഞാൻ വളർത്തിയത് ശരിയായില്ല എന്ന് തോന്നുന്നു. പലതും പറയാതെ അവൻ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പഠിക്കാനുള്ള പുസ്തകങ്ങൾ വല്ലതായിരിക്കും ഇത്. പത്മനാഭപിള്ളയെ നിനക്കറിയില്ല. ജീപ്പ് വന്നു. കാപ്പി കുടിച്ചില്ലല്ലോ. വേണ്ട.